കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ജോസ് കെ മാണി മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിനായി അദ്ദേഹം കോട്ടയത്തെ കേരള കോൺഗ്രസ് എം ആസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ മാധ്യമങ്ങളെ കാണുകയാണ് ജോസ് കെ മാണി. അതിനുള്ള തയ്യാറെടുപ്പാണ്. മന്ത്രി റോഷി അഗസ്റ്റിൻ, MLA മാർ എന്നിവരൊക്കെയുണ്ട്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റ ചർച്ചകൾ സംബന്ധിച്ച അത്തരം ആശങ്കകൾക്കൊക്കെ കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി വിരാമമിട്ടിരുന്നു. മുന്നണി മാറുന്ന പ്രശ്നമില്ല, LDF ഉറച്ചു നിൽക്കും എന്നാണ് ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് കേരള കോൺഗ്രസ് എം ആസ്ഥാനത്ത് ചേരാൻ പോകുകയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ജോസ് കെ മാണി മാധ്യമപ്രവർത്തകരെ കാണാനൊരുങ്ങുകയാണ്. അവിടെ മന്ത്രി റോഷി അഗസ്റ്റിനുണ്ട്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ MLA മാർ അവിടെ സന്നിഹിതരാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയുണ്ട്. 86 പേർക്കാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജോസ് കെ മാണിയും ഈ യോഗത്തിന് മുമ്പ് എന്താണ് അദ്ദേഹം യോഗത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ വിശദീകരണത്തിൽ അറിയാൻ കഴിഞ്ഞേക്കും. തോമസ് ചാഴികാടൻ ദൃശ്യങ്ങളിലുണ്ട്, ഡോക്ടർ ജയരാജുണ്ട്, മന്ത്രി റോഷി അഗസ്റ്റിനുണ്ട്, സെബാസ്റ്റ്യൻ കുളത്തിങ്കലുണ്ട്, ജോബ് മൈക്കിളുണ്ട്, ചങ്ങനാശ്ശേരി MLA, പ്രമോദ് നാരായൺ അവിടെ ഉണ്ടാകും എന്നാണ് പ്രമോദ് നാരായണനുണ്ട്. അങ്ങനെ അവരുടെ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ 5 MLA-മാരും സന്നിഹിതരാണ്. ജോസ് കെ മാണി മാധ്യമപ്രവർത്തകരെ കാണാനൊരുങ്ങുകയാണ്. ജോസ് കെ മാണിയിലേക്ക്. എന്താണ്? ഒന്നുമില്ലല്ലോ, ഞങ്ങളുടെ മീറ്റിംഗ് കൂടാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ അജണ്ട കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാതലത്തിൽ ഞങ്ങൾ ഗൂഗിൾ മീറ്റ് കൂടി അത് വിലയിരുത്തിയെങ്കിലും സംസ്ഥാന തലത്തിൽ അതൊന്ന് കൂടേണ്ടതുണ്ട്. ഇപ്പം ജില്ലാതലത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തലുണ്ട്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മേഖലാ ജാഥകളും ഉണ്ട്, ഓരോ 3 പ്രദേശങ്ങളിലുള്ള ആ ജാഥയെപ്പറ്റി സംസാരിക്കാനുണ്ട്. മറ്റ് അജണ്ടകളുമുണ്ട്. അപ്പോൾ ഇത് അല്ല, അതല്ല ഞാൻ ചോദിച്ചിട്ട് ചർച്ച ചെയ്യണോ? അല്ല, ഞാൻ ചോദിച്ചത് അജണ്ട സാധാരണ തീരുമാനിക്കുന്നതൊക്കെ സാധാരണ രീതിയിൽ മീഡിയ അജണ്ട ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അത് ഒരിക്കലും തുറക്കാത്ത ഒരു അധ്യായമല്ലേ, ഒരിക്കലും തുറക്കാത്ത ഒരു പുസ്തകമല്ലേ. അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്തിനാ ചർച്ച ചെയ്യുന്നത്? ഇനി ആരെങ്കിലും ആ പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് അടച്ചോളും, അത്രേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ മീഡിയ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു. കോട്ടയത്ത് കേരള കോൺഗ്രസ് എം ആസ്ഥാനത്ത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരാൻ പോകുന്നതിന് മുന്നോടിയായാണ് ഇപ്പോൾ ജോസ് കെ മാണി മാധ്യമപ്രവർത്തകരെ കണ്ടത്. മുന്നണി മാറ്റം അജണ്ടയിലേ ഇല്ല എന്ന കാര്യമാണ് ജോസ് കെ മാണി പറഞ്ഞത്. നേരത്തെ മന്ത്രി റോഷി അഗസ്റ്റിനും ഇതേ നിലപാട് തന്നെയായിരുന്നു വിശദീകരിച്ചത്. പാർട്ടിയുടെ 5 MLA-മാർ, മുൻ കോട്ടയം ലോക്സഭാംഗം തോമസ് ചാഴികാടൻ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളൊക്കെ, സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജ്, മന്ത്രി റോഷി അഗസ്റ്റിൻ തുടങ്ങിയവരും ഈ യോഗത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലുണ്ട്. അവരും ജോസ് കെ മാണിക്കൊപ്പം ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കാണുന്നതിന് ഉണ്ടായിരുന്നു. ഏതായാലും പാർട്ടി ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എന്ന് പറയുമ്പോഴും പാർട്ടിയിൽ തന്നെ വിഭിന്ന സ്വരങ്ങൾ ഉയരുന്ന സൂചനയാണ് കോട്ടയത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ടോബി ജോൺസൺ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ തീരുമാനം ആത്യന്തികമായി മുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നതിനാകും. പക്ഷേ അത്തരം ഈ മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള അഭിപ്രായം ഉള്ളവരും കേരള കോൺഗ്രസ് എമ്മിലുണ്ട്. അവർ ഇക്കാര്യം യോഗത്തിൽ ഉന്നയിക്കാനുള്ള സാധ്യതയാണ് കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് തനേഷ് തമ്പി കൂടി ചേരുകയാണ്. തനേഷ് തമ്പി, കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് മുന്നണി മാറ്റം അത് നേതാക്കൾ ഔദ്യോഗികമായി ഈ കാര്യം തള്ളിക്കളയുകയാണ്. മുന്നണി മാറ്റം അജണ്ടയിലേയില്ല, LDF-ൽ ഉറച്ചു നിൽക്കുമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ അല്പസമയം മുമ്പ് ജോസ് കെ മാണി വിശദീകരിച്ചത്. പക്ഷേ അതിനപ്പുറം ആ പാർട്ടിയിൽ വലിയൊരു ആഭ്യന്തര സംഘർഷമുണ്ട്. മുന്നണി മാറണം എന്ന അഭിപ്രായമുള്ളവരുണ്ട്. രൂപതകളുടെ വലിയ സമ്മർദ്ദമുണ്ട്. കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി രൂപതകളൊക്കെ ഇക്കാര്യത്തിൽ മുന്നണി മാറണം, UDF-നൊപ്പം നിൽക്കണം എന്ന പക്ഷക്കാരാണ്. തലശ്ശേരി ആർച്ച് ബിഷപ്പ്
തന്നെ കഴിഞ്ഞൊരു ദിവസം ഇക്കാര്യം പരസ്യമായി പറയുകയും ചെയ്തിരുന്നതാണ്. അത്തരം ഒരു സമ്മർദ്ദത്തിനിടയിൽ ചേരുന്ന ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം എന്തു തീരുമാനത്തിലേക്കായിരിക്കും എത്തുക? തനേഷ് തമ്പി. ദിലീപ് കുമാർ, തീരുമാനം നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം. 5 MLA-മാരെ അണിനിരത്തി റോഷി അഗസ്റ്റിൻ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു തീരുമാനത്തിലേക്ക് തൽക്കാലം പോകില്ല. LDF-ൽ തന്നെ ഉറച്ചു നിൽക്കും. പക്ഷേ ആ ഉറച്ചു നിൽക്കലിൻ്റെ ഉറപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ള ചോദ്യമായിരിക്കും ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തുമാത്രം സമ്മർദ്ദമായിരിക്കും ഇന്നത്തെ യോഗത്തിൽ UDF-ലേക്ക് ചേക്കേറണം എന്ന് പറയുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്ന് വ്യക്തമാണ്. കാരണം പാർട്ടിക്കകത്ത് അത്തരത്തിലുള്ളൊരു അഭിപ്രായം ഉണ്ട് എന്നുള്ളത് വളരെ നേരത്തെ തന്നെ നേതാക്കൾ പലതരത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എപ്പോഴും ഒരു വ്യാഖ്യാനങ്ങൾക്ക് ഉള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് ഈ നേതാക്കളൊക്കെ പ്രതികരിക്കുന്നത്. അത് നേരത്തെ LDF-ൽ തുടരും എന്ന് പറയാൻ വിദേശത്തു നിന്ന് തിരിച്ചെത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ജോസ് കെ മാണി ആണെങ്കിലും, അതായത് കേരള കോൺഗ്രസ് എം എവിടെയാണോ നിൽക്കുന്നത് അവിടെയായിരിക്കും അധികാരം അല്ലെങ്കിൽ ഭരണം എന്ന് പറയുന്നു. അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളെ കാണുമ്പോഴും പറയുന്നത് താങ്കൾ LDF-ൽ തന്നെ തുടരുമോ എന്ന് ചോദിക്കുമ്പോൾ അടുത്തയാഴ്ച നിങ്ങൾ ഏത് ചാനലിലാണ് ഉണ്ടാവുക എന്ന് പറയാൻ കഴിയുമോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു അനിശ്ചിതത്വം എപ്പോഴും ബാക്കി വെച്ചുകൊണ്ടാണ് നേതാക്കളൊക്കെ സംസാരിക്കുന്നത്. അത് ആ പാർട്ടിക്കകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളുടെയും ഒക്കെ ഒരു ആകെത്തുകയാണ് എന്ന് പറയാം. അങ്ങനെ ഒരു വ്യക്തതയും ഇക്കാര്യത്തിലല്ല. തൽക്കാലം LDF-ൽ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കങ്ങൾ ഒന്നും തന്നെ വേണ്ട. LDF-ൽ തന്നെ ഉറച്ചു നിൽക്കും. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി, അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കണം അതിനെ നേരിടേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ആശങ്കകൾ കേരള കോൺഗ്രസ് എമ്മിനുണ്ട്. പാർട്ടിയുടെ പ്രാദേശിക തലത്തിലുള്ള നേതൃനിരയ്ക്ക് അത്തരത്തിലുള്ള വലിയ സംശയമുണ്ട്. അത് ചെയർമാനോട് തന്നെ നേരിട്ട് അവർ അറിയിച്ചിട്ടുള്ളതുമാണ്. അതിനോടൊപ്പമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ രൂപതകളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം. ആ സമ്മർദ്ദവും അവരുടെ ഇടനിലയും ഒക്കെ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല UDF നേതാക്കളും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതാവായ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ജോസ് കെ മാണിയുമായി നടത്തുന്ന ആശയവിനിമയങ്ങൾ, നടന്നു കഴിഞ്ഞ ആശയവിനിമയങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വരുന്ന തീരുമാനം LDF-ൽ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ പോലും സംശയങ്ങൾക്കുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ മറിച്ചൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം അത് അവിടെ ബാക്കി നിർത്തിക്കൊണ്ടാണ് എന്ത് തീരുമാനമാണെങ്കിലും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും അത്ര ആശാവഹമല്ല കേരള കോൺഗ്രസ് എമ്മിനകത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളത് വ്യക്തമാണ്. വളരെ കൃത്യമായി തന്നെ, അതായത് നേരത്തെ ചെയർമാൻ ജോസ് കെ മാണി LDF-നകത്ത് തന്നെ തുടരും എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള ഒരു സാഹചര്യത്തിൽ 2 MLA-മാർ റോഷി അഗസ്റ്റിനും അതോടൊപ്പം തന്നെ പ്രമോദ് നാരായണനും ഒഴികെയുള്ള എല്ലാ MLA-മാരും മറ്റ് മുതിർന്ന നേതാക്കളും ഒക്കെ UDF-ലേക്ക് തന്നെ പോകണം, അല്ലെങ്കിൽ ഒരു മടങ്ങിപ്പോക്ക് തങ്ങളുടെ ശൈലി UDF-ൻ്റെതാണ്, കോൺഗ്രസിൻ്റെ ഒപ്പമാണ്. തനേഷ്, ഈ MLA-മാരുടെ കാര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ 5 MLA-മാരാണുള്ളത്. ഈ 5 MLA-മാരിൽ അല്പം മുമ്പ് തനേഷ് പറഞ്ഞതുപോലെ 2 MLA-മാരാണ് മുന്നണി വിടേണ്ടെന്ന അഭിപ്രായമുള്ളത്. അതിൽ തന്നെ പ്രമോദ് നാരായണന്റെ നിലപാട് സംശയാസ്പദമാണ്. കാരണം ജോസ് കെ മാണി ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തോടൊപ്പം നിൽക്കും എന്ന നിലപാട് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള ആളാണ് പ്രമോദ് നാരായണൻ. അങ്ങനെ നോക്കുമ്പോൾ ഈ അതിലുള്ള മറ്റ് 3 MLA-മാർ, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി MLA ആയ ജോബ് മൈക്കിൾ, കാഞ്ഞിരപ്പള്ളി MLA ആയ ഡോക്ടർ N ജയരാജ് തുടങ്ങിയവരൊക്കെ ഒരു വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പൂഞ്ഞാർ MLA-യും സെബാസ്റ്റ്യൻ കുളത്തുങ്കലും വ്യത്യസ്ത നിലപാടാണ്. UDF-ലേക്ക് പോകണം എന്ന നിലപാടാണ് അവരൊക്കെ സ്വീകരിക്കുന്നത്. മുൻ കോട്ടയം ലോക്സഭാംഗം തോമസ് ചാഴിക്കാടനും ഏതാണ്ട് അതേ നിലപാടാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ നിരവധി നേതാക്കൾ UDF-നൊപ്പം പോകണം എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ ഇന്നിപ്പോൾ MLA-മാരെ പരസ്യമായി അണിനിരത്തുന്നതിൽ കേരള കോൺഗ്രസ് എം നേതൃത്വം വിജയിച്ചിട്ടുണ്ട്. അവർ ആ നിലപാട് പരസ്യമായി സ്വീകരിച്ചിട്ടുണ്ട്, LDF-ൽ തുടരുമെന്ന്. പക്ഷേ യോഗ ഹാളിനകത്ത് വ്യത്യസ്തമായ നിലപാട് ഈ MLA-മാർ സ്വീകരിക്കുന്നതിനുള്ള സാധ്യതകളില്ലേ? ദിലീപ് കുമാർ, സ്വാഭാവികമായും തങ്ങളുടെ അഭിപ്രായം തുറന്നു പറയാനുള്ള ഏറ്റവും വലിയ വേദിയാണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. MLA-മാർ അവരുടെ അഭിപ്രായം പറയുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാകേണ്ടതില്ല. പക്ഷേ ആ അഭിപ്രായങ്ങൾ നമുക്ക് അറിയാം. LDF-ൽ നിന്ന് UDF-ലേക്ക് പോകുക, അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ എപ്പോഴൊക്കെ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാവുകയും രണ്ട് ചേരിയായി തിരികുകയും ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ പാർട്ടി പിളരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ വിദേശത്ത് നിന്ന് ജോസ് കെ മാണി തിരിച്ചു വരുന്നത് വരെയുള്ള ഒരു സാഹചര്യത്തിൽ ഏത് സമയത്തും ഒരു പിളർപ്പിലേക്ക് സാഹചര്യങ്ങൾ എത്തിക്കാം. അല്ലെങ്കിൽ നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്, LDF തന്നെ പലതവണ
കേരള കോൺഗ്രസിന്റെ വിവിധ വിഭാഗങ്ങളെ പിളർത്തിയിട്ടുള്ള ചരിത്രമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പിളർപ്പിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യം ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് ജോസ് കെ മാണി വേഗം തിരിച്ചെത്തുകയും ഈ ഒരു നിലപാട് പ്രഖ്യാപനം നടത്തുകയും ഒക്കെ ചെയ്തത്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ UDF-ലേക്ക് പോവുകയാണെങ്കിൽ തന്നെ റോഷി അഗസ്റ്റിനെയും പ്രമോദ് നാരായണനെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകണം എന്നുള്ള ഒരു നിലപാടായിരിക്കും ഉണ്ടാവുക. കാരണം ഒരു പിളർപ്പിലേക്ക് പോവുക എന്നുള്ളത് എന്തായാലും ജോസ് കെ മാണി ഈ ഘട്ടത്തിൽ ആലോചിക്കില്ല, ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ അവരെ കൂടി ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ് ഒരു പക്ഷേ ഇപ്പോൾ LDF-ൽ തന്നെ തുടരും എന്നുള്ളത് പറയുന്നത്. അത്തരമൊരു സംശയം LDF കേന്ദ്രങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ 100% കേരള കോൺഗ്രസ് LDF-നൊപ്പം തന്നെ നിൽക്കുമെന്ന് ആവർത്തിച്ച് നേതാക്കൾ, LDF കൺവീനർ ആകട്ടെ, CPI-ന്റെ സംസ്ഥാന സെക്രട്ടറി ആകട്ടെ, ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആകട്ടെ, അവരൊക്കെ ആവർത്തിച്ച് പറയുമ്പോഴും ഒരു സംശയം എപ്പോഴും ബാക്കി വെക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാകെ നടത്തുന്ന പ്രസ്താവനകളും അത്തരത്തിലുള്ള ഒരു സാധ്യത നിലനിർത്തിക്കൊണ്ടാണ് എന്നുള്ളതും LDF-നെ ആശങ്കപ്പെടുത്തുന്നത്. UDF ആകട്ടെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി കേരള കോൺഗ്രസ് എം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF-ന്റെ ഭാഗമാകും എന്ന് പറയുന്നു. ഈ വാതിലുകൾ മലക്കെ തുറന്നിട്ടിരിക്കുകയാണ്. ഇന്നലെ സണ്ണി ജോസഫ് നമുക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ അടക്കം അത് ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ എന്തായാലും കേരള കോൺഗ്രസ് എമ്മിന് മുകളിൽ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്തായിരിക്കും പുറത്തേക്ക് വരിക എന്നതിനേക്കാൾ അകത്ത് എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും ഇന്നത്തെ ദിവസത്തെ ശ്രദ്ധേയമാക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.